അപ്പോൾ ഗൈസ് നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്തേ കട്ടി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അയ്യോ, അങ്ങനെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇന്ന് വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 8 മണിയാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നപ്പോൾ ഞാൻ വിളിച്ച് നൂഡിൽസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ വിളിച്ച് ഒരു വീഡിയോയും കൂടെ എടുക്കാം, നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോയും കൂടെ അല്ലേ. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അത് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പം നൂഡിൽസ് എല്ലാവർക്കും എന്താ പറയുക, ഉണ്ടാക്കാൻ അറിയാത്ത കാര്യമൊന്നുമല്ല. പിന്നെ എനിക്ക് എന്താ പറയുക, ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാഗി കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കാണ് നമ്മൾ ഇടുന്നത്, ഡബിളാണ് കേട്ടോ, 2 എണ്ണം ഉണ്ട് ഒരു പാക്കിൽ. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ചിട്ട് കാണാം. നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്തേ കട്ടി. അപ്പോൾ അതാ നമ്മൾ ഒരു മാഗി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് ആരൊക്കെ നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു കുക്കിംഗ് സ്കില്ലാണ് കാണിക്കുന്നത്. സോ നമുക്കിനി മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. എനിക്ക് മാഗിയാണ് ഇഷ്ടം. നമ്മൾ എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും മാഗിയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്, ഇപ്പിയാണോ മാഗിയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പി ഫാനായിരുന്നു പണ്ട് ഞാൻ, പക്ഷേ ഇപ്പോൾ ഒരു മാഗിയുടെ ഫാനായി. അപ്പം തവ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അയ്യോ, അത് നമ്മൾ ഇളക്കിയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്. വെള്ളം കൂടിയെന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ ക്യാമറമാൻ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ നൂഡിൽസ് ഇവിടെ ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇത് വെള്ളം കുറച്ച് കൂടിപ്പോയി കേട്ടോ. അളവെടുത്തപ്പോഴത്തേക്ക് വലിയൊരു ഗ്ലാസ് ആയിരുന്നു, അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തീയിട്ടാൽ ഇത് എന്താ പറയുക, പെട്ടെന്ന് ഈ വെള്ളമൊക്കെ അങ്ങ് വറ്റും. എന്നിട്ട് നമുക്ക് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അയ്യോ, അങ്ങനെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഒരു എന്താ പറയുക, 1 മിനിറ്റ് ഇങ്ങനെ വേവാനായിട്ട് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ആ വൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ മുട്ടൻ്റെ പുറത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഫ്രൈഡ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്താലോ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോ അതാ നമ്മുടെ മുട്ടയൊക്കെ അത്യാവശ്യം ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ മുട്ട ഇട്ടുകൊണ്ട് പ്രത്യേക ഒരു സോസിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ. നമുക്കിനി നൂഡിൽസ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കിയാൽ, അപ്പോൾ ആ സ്പൂണൊന്നുമില്ല, ഞാൻ കൈ കൊണ്ടാണ് കഴിക്കുന്നത്. അതാണൊരു ടേസ്റ്റ് കറക്റ്റ് കിട്ടും. വലിയ പറയാനൊന്നുമില്ല, നമ്മുടെ സാധാ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. മുട്ടയും കൂടെ ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാം, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് എൻ്റെ ഒരു ആഗ്രഹത്തിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ എന്താ പറയുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.